ഹായ് ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫർ സ്റ്റോണിൻ്റെ ദ മിഡ് നൈറ്റ് ഡ്യുവൽ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി കേൾക്കാം. ഹാരി മാൽഫോയുമായി വഴക്കിട്ട് ബ്രൂംസ്റ്റിക്കിൽ പറന്നതും അത് കണ്ട് പ്രൊഫസർ മക്ഗോണഗൽ അവനെ ക്വിഡിച്ച് ടീമിലേക്ക് അംഗമായി എടുക്കുന്നിടത്തുമാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. Then without further ado, let's jump into the story. നിന്റെ അച്ഛൻ അഭിമാനിച്ചേനെ, പ്രൊഫസർ മക്ഗോണഗൽ പറഞ്ഞു. അദ്ദേഹം ഒരു മികച്ച ക്വിഡിച്ച് കളിക്കാരനായിരുന്നു. ഹാരിക്കത് വിശ്വസിക്കാനായില്ല. അത്താഴ സമയമായിരുന്നു. പ്രൊഫസർ മക്ഗോണഗലിനൊപ്പം ഗ്രൗണ്ട് വിട്ടതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഹാരി റോണിനോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. റോണിന്റെ വായിൽ പകുതിയോളം നിറഞ്ഞിരുന്ന സ്റ്റിക്ക് ആൻഡ് കിഡ്നി പൈ കഴിക്കാൻ മറന്ന് റോൺ വാ പൊളിച്ചിരുന്നു. സീക്കർ? അവൻ ചോദിച്ചു. പക്ഷേ ഫസ്റ്റ് ഇയേഴ്സ് ആവാറില്ലല്ലോ. ആയാൽ നീ ആയിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ ഹൗസ് പ്ലെയർ. ഒരു നൂറ്റാണ്ടിനപ്പുറം. ഹാരി പൈ വായിലേക്ക് കോരിയിട്ടുകൊണ്ട് കൂട്ടിച്ചേർത്തു. ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സന്തോഷ നിമിഷത്തിന് ശേഷം അവന് ഒരു പ്രത്യേക വിശപ്പ് തോന്നി. വുഡ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. റോൺ വളരെ അത്ഭുതപ്പെട്ടു. മതിപ്പോടെ അവൻ ഹാരിയെ നോക്കി കണ്ണിറുക്കി. അടുത്ത ആഴ്ച ഞാൻ പരിശീലനം ആരംഭിക്കും, ഹാരി പറഞ്ഞു. ആരോടും പറയരുത്, വുഡ് അത് രഹസ്യമായി സൂക്ഷിക്കാൻ പറഞ്ഞു. ഫ്രെഡ് ആൻഡ് ജോർജ് വീസ്ലി ഇപ്പോൾ ഹാളിലേക്ക് വന്നു. ഹാരിയെ കണ്ട് വേഗം അങ്ങോട്ടേക്ക് പോയി. വെൽ ഡൺ, ജോർജ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. വുഡ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളും ആ ടീമിലുണ്ട് ബീറ്റേഴ്സായിട്ട്. ഞാൻ പറയുന്നു, ഈ വർഷം നമ്മൾ തീർച്ചയായും ക്വിഡിച്ച് കപ്പ് നേടും, ഫ്രെഡ് തറപ്പിച്ചു പറഞ്ഞു. ചാർലി പോയതിനു ശേഷം നമ്മൾ വിജയിച്ചിട്ടില്ല, പക്ഷേ ഈ വർഷത്തെ ടീം മികച്ചതായിരിക്കും. നീ നല്ല പോലെ കളിക്കണം ഹാരി. വുഡ് ഞങ്ങളോടിത് പറയുമ്പോൾ തുള്ളിച്ചാടുകയായിരുന്നു. എന്തായാലും ഞങ്ങൾ പോകുകയാണ്. ലീ ജോർദാൻ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു പുതിയ രഹസ്യ ഇടനാഴി കണ്ടെത്തിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മൾ കണ്ടെത്തിയ ഗ്രിഗറിദസ് മാമിയുടെ പ്രതിമയ്ക്ക് പിന്നിലുള്ള ഒന്നായിരിക്കും അത്, ഉറപ്പ്. സി യു. ഫ്രെഡും ജോർജും പോയതിന് തൊട്ടു പിന്നാലെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളെത്തി, മാൽഫോയ്. കൂടെ ക്രാബും ഗോയലും. അവസാനത്തെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയോ പോട്ടർ? മഗിൾസിനടുത്തേക്ക് തിരികെ പോകുന്ന ട്രെയിൻ എപ്പോഴാണ്? നിനക്കിപ്പോൾ കൂടുതൽ ധൈര്യം വന്നു, കാരണം നീ ഇപ്പോൾ താഴെ എത്തി. പോരാത്തതിന് നിന്റെ കൂടെ ഈ കൊച്ചു കൂട്ടുകാരുമുണ്ട്. ഹാരി ശാന്തത കൈവിടാതെ തന്നെ അവനെ പരിഹസിച്ചു. ക്രാബും ഗോയലും കൊച്ചൊന്നുമല്ല, പക്ഷേ ഹൈ ടേബിളിലെ അധ്യാപകരുടെ നിര മുഖം ചുളിക്കാനല്ലാതെ അവരെ മറ്റൊന്നിനും പ്രേരിപ്പിച്ചില്ല. എപ്പോൾ വേണമെങ്കിലും നിന്നെ ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ തയ്യാറാണ്, മാൽഫോയ് പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ. വിസാർഡ്സ് ഡ്യുവൽ, വടി മാത്രം, സ്പർശനമില്ലാതെ. എന്തുപറ്റി? വിസാർഡ്സ് ഡ്യുവലിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും അവൻ കേട്ടിട്ടുണ്ട്, റോൺ പറഞ്ഞു. ഞാൻ അവൻ്റെ രണ്ടാമനായിരിക്കും. നിന്റേതോ? മാൽഫോയ് ക്രാബിനെയും ഗോയലിനെയും നോക്കി അവരുടെ വലുപ്പം കണക്കാക്കി. ക്രാബ്, അവൻ പറഞ്ഞു. അർദ്ധരാത്രി, ഓക്കെ? ട്രോഫി റൂമിൽ വെച്ച് കാണാം, അതെപ്പോഴും തുറന്നിട്ടിരിക്കും. മാൽഫോയ് പോയപ്പോൾ റോണും ഹാരിയും പരസ്പരം നോക്കി. എന്താണ് വിസാർഡ്സ് ഡ്യുവൽ? ഹാരി മനസ്സിലാകാതെ ചോദിച്ചു. എന്തിനാണ് നീ എന്നെ രണ്ടാമനാണെന്ന് പറഞ്ഞത്? അതായത് നീ മരിച്ച ചുമതല ഏറ്റെടുക്കാൻ ഒരു രണ്ടാമൻ വേണം. ഒടുവിൽ തന്റെ തണുത്ത പൈ കഴിക്കാൻ തുടങ്ങിയ റോൺ അശ്രദ്ധമായി പറഞ്ഞു. ഹാരിയുടെ മുഖഭാവം കണ്ട് അവൻ പെട്ടെന്ന് കൂട്ടിച്ചേർത്തു.
പക്ഷെ ആളുകൾ മരിക്കുന്നത് യഥാർത്ഥ ഡ്യുവലിലാണ്, അതായത് യഥാർത്ഥ മാന്ത്രികന്മാരുമായി ശരിയായ യുദ്ധത്തിൽ. നിനക്കും മാൽഫോയ്ക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പരസ്പരം തീപ്പൊരികൾ അയക്കുക എന്നത് മാത്രമാണ്. യഥാർത്ഥ നാശനഷ്ടങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടത്ര മാജിക് അറിയില്ല. നീ ഇത് വേണ്ട എന്ന് പറയുമെന്ന് മാൽഫോയ് പ്രതീക്ഷിച്ചിരുന്നു. ഉറപ്പ്. ഞാൻ നിന്റെ വടി വീശിയിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? അത് വലിച്ചെറിഞ്ഞ് അവന്റെ മൂക്കിൽ ഒരു ഇടി കൊടുത്തേക്ക്, റോൺ നിർദ്ദേശിച്ചു. എക്സ്ക്യൂസ് മീ. അവർ രണ്ടുപേരും മുകളിലേക്ക് നോക്കി. അത് ഹെർമിയോണി ഗ്രേഞ്ചർ ആയിരുന്നു. ഓ, ഈ സ്ഥലത്ത് ഒരാൾക്ക് മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ലേ? റോൺ പറഞ്ഞു. ഹെർമിയോണി അവനെ അവഗണിച്ചുകൊണ്ട് ഹാരിയോടായി പറഞ്ഞു. നീയും മാൽഫോയും പറയുന്നത് കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ അത് ചെയ്തില്ലെന്ന് പറ. റോൺ പിറുപിറുത്തു. പിന്നെ നീ രാത്രിയിൽ സ്കൂളിൽ ചുറ്റി നടക്കരുത്. പിടിക്കപ്പെട്ടാൽ ഗ്രിഫിൻഡോറിന് നീ കാരണം നഷ്ടപ്പെടുന്ന പോയിന്റുകളെക്കുറിച്ച് ചിന്തിക്കൂ. നീ തീർച്ചയായും പോകുമായിരിക്കും. അത് നിന്റെ സ്വാർത്ഥതയാണ് കാണിക്കുന്നത്. ഇതൊന്നും നീ ഇടപെടേണ്ട കാര്യമല്ല, ഹാരി എതിർത്തു. ഗുഡ് ബൈ, റോൺ പറഞ്ഞു. എല്ലാം സാധാരണ പോലെ ആയിരുന്നെങ്കിലും ആ ദിവസം അവസാനിക്കുമ്പോൾ ഹാരി അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല. ഡീനും സീമസും ഉറങ്ങുന്നതുവരെ അവൻ ഉണർന്നിരുന്ന് കാതോർത്തു. നെവിൽ ആശുപത്രി വിഭാഗത്തിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നില്ല. അവൻ നിന്നെ കേസ് ചെയ്യാൻ ശ്രമിച്ചാൽ നീ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്, കാരണം അതെങ്ങനെ തടയണമെന്ന് എനിക്ക് ഓർമ്മയില്ല തുടങ്ങിയ ഉപദേശങ്ങൾ നൽകി റോൺ വൈകുന്നേരം മുഴുവൻ ചിലവഴിച്ചു. ഫിൽച്ചിന്റെയോ മിസസ് നോറിസിന്റെയോ കൈകളിൽ അവർ അകപ്പെടാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇന്ന് മറ്റൊരു സ്കൂൾ നിയമം ലംഘിച്ചുകൊണ്ട് അവൻ തന്റെ ഭാഗ്യം പരീക്ഷിക്കുകയാണെന്ന് ഹാരിക്ക് തോന്നി. മറുവശത്ത് മാൽഫോയിയുടെ പരിഹാസത്തോടെയുള്ള മുഖം ഇരുട്ടിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരുന്നു. മാൽഫോയിയെ മുഖാമുഖം തോൽപ്പിക്കാനുള്ള അവന്റെ വലിയ അവസരമായിരുന്നു അത്. അവനത് നഷ്ടപ്പെടുത്താൻ തോന്നിയതേയില്ല. 11:30, റോൺ ഒടുവിൽ മന്ത്രിച്ചു. നമ്മൾ പോകുന്നതാണ് നല്ലത്. അവർ ഡ്രസ്സിംഗ് ഗൗണുകൾ ധരിച്ച് വാൻഡുകളും എടുത്ത് ടവർ മുറി കടന്ന് പിരിയൻ പടിക്കെട്ടിലൂടെ ഇറങ്ങി ഗ്രിഫിൻഡോർ കോമൺ റൂമിലേക്ക് കയറി. ഞെരിപ്പോടിൽ ഇപ്പോഴും കുറച്ച് തീക്കനൽ കത്തുന്നുണ്ടായിരുന്നു. അത് കസേരകളെ മുഴുവൻ കൂനുള്ള കറുത്ത നിഴലുകളാക്കി. അവർ പോർട്രേറ്റ് ദ്വാരത്തിനടുത്ത് എത്തിയപ്പോഴേക്കും അടുത്തുള്ള കസേരയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ഹാരി, നീ ഇത് ചെയ്യാൻ പോകുകയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു വിളക്ക് മിന്നിമറഞ്ഞു. പിങ്ക് നിറത്തിലുള്ള ഡ്രസ്സിംഗ് ഗൗണും ധരിച്ച് മുഖം ചൊളിച്ചിരിക്കുന്ന ഹെർമിയോണി ഗ്രേഞ്ചർ ആയിരുന്നു അത്. നീയോ? റോൺ ദേഷ്യത്തോടെ ചോദിച്ചു. പോയി ഉറങ്ങ്. ഞാൻ നിന്റെ സഹോദരനോട് ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഹെർമിയോണി പൊട്ടിത്തെറിച്ചു. പേഴ്സി, അവനൊരു പ്രിഫെക്റ്റാണ്. അവനിത് അവസാനിപ്പിക്കും. ഇത്രയധികം തടസ്സപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുമെന്ന് ഹാരിക്ക് വിശ്വസിക്കാനായില്ല. വാ, അവൻ റോണിനോട് പറഞ്ഞു. ഹാരി തടിച്ച സ്ത്രീയുടെ ഛായാചിത്രം തള്ളി തുറന്ന് ദ്വാരത്തിലൂടെ ഇറങ്ങി. ഹെർമിയോനി അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ പോർട്രേറ്റ് ദ്വാരത്തിലൂടെ റോണിനെ പിന്തുടർന്നു. ഒരു കുപിതയായ വാത്തിനെ പോലെ അവരെ നോക്കി ചീറിപ്പാഞ്ഞു. നിനക്ക് ഗ്രിഫിൻഡോറിനെ കുറിച്ച് ഒരു ചിന്തയുമില്ലേ? നിന്നെക്കുറിച്ച് മാത്രമാണോ നിന്റെ ചിന്ത? സ്ലിതറിൻ ഹൗസ് കപ്പ് നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്പെല്ലുകൾ മാറ്റുന്നതിന് പ്രൊഫസർ മക്ഗോണാഗൽ എനിക്ക് തന്ന എല്ലാ പോയിന്റുകളും നീ കാരണം നഷ്ടപ്പെടും. ദൂരെ പോ. ശരി, പക്ഷേ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരുന്നു. നാളെ നീ ട്രെയിനിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞത് നീ ഓർക്കും. നീ ഒരു... പക്ഷേ അതവർക്ക് മുഴുവൻ കേൾക്കാനായില്ല. അകത്തേക്ക് മടങ്ങാൻ ഹെർമിയോനി തടിച്ച സ്ത്രീയുടെ ഛായാചിത്രത്തിലേക്ക് തിരിഞ്ഞു. പക്ഷെ അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. തടിച്ച സ്ത്രീ ഒരു രാത്രി സന്ദർശനത്തിന് പോയിരുന്നു. ഹെർമിയോനി ഗ്രേഞ്ചർ ഗ്രിഫിൻഡോർ ടവറിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ
എന്താണ് ചെയ്യേണ്ടത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അത് നിന്റെ പ്രശ്നം, റോൺ പറഞ്ഞു. ഞങ്ങൾക്ക് പോകണമില്ലെങ്കിൽ വൈകും. അവർ ഇടനാഴിയുടെ അറ്റത്ത് പോലും എത്തിയില്ല. ഹെർമിയോനി അവരുടെ പിന്നാലെ കൂടി. ഞാനും വരുന്നു, അവൾ പറഞ്ഞു. വേണ്ട. പിന്നെ ഫിൽച്ച് എന്നെ പിടികൂടുന്നത് വരെ ഞാനിവിടെ കാത്തു നിൽക്കണോ? അയാൾ നമ്മളെ 3 പേരെയും കണ്ടെത്തിയാൽ ഞാൻ അയാളോട് സത്യം പറയും, ഞാൻ നിങ്ങളെ തടയാൻ ശ്രമിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണം. നിനക്ക് തീരെ നാണമില്ലേ? റോൺ ഉറക്കെ പറഞ്ഞു. 2 പേരും മിണ്ടാതിരിക്ക്, ഹാരി കയർത്തു. എന്തോ ഒരു ശബ്ദം. അതൊരു തരം മൂക്കുചീറ്റലായിരുന്നു. മിസ്സസ് നോറിസ്. ഇരുട്ടിലൂടെ കണ്ണുരുട്ടിക്കൊണ്ട് റോൺ ശ്വാസമടക്കി. പക്ഷെ അത് മിസ്സസ് നോറിസ് ആയിരുന്നില്ല, നെവിലായിരുന്നു. അവൻ തറയിൽ ഗാഠനിദ്രയിൽ ചുരുണ്ടുകൂടി കിടപ്പായിരുന്നു. പക്ഷെ അവർ അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. താങ്ക് ഗുഡ്നസ്, നിങ്ങൾ എന്നെ കണ്ടെത്തിയല്ലോ. ഞാൻ മണിക്കൂറുകളായി ഇവിടെയുണ്ട്. അകത്തേക്ക് കടക്കാനുള്ള പുതിയ പാസ്വേഡ് ഞാൻ മറന്നുപോയി. ശബ്ദം കുറയ്ക്ക് നെവിൽ. പാസ്വേഡ് പിഗ് സ്നൗട്ട് എന്നാണ്. പക്ഷെ ഇപ്പോൾ അത് നിനക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആ തടിച്ച സ്ത്രീ എവിടെയോ പോയി. നിന്റെ കൈ എങ്ങനെയുണ്ട്? ഹാരി ചോദിച്ചു. നെവിൽ അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. മാഡം പോംഫ്രി 1 മിനിറ്റിനുള്ളിൽ അത് ശരിയാക്കി. ശരി നോക്കൂ നെവിൽ, ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് പിന്നീട് കാണാം. എന്നെ തനിച്ചാക്കി പോകല്ലേ, നെവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ബ്ലഡി ബാരൺ ഇതിനകം 2 തവണ വന്നുപോയി. റോൺ തന്റെ വാച്ചിലേക്ക് നോക്കി. പിന്നെ ഹെർമിയോനിയെയും നെവിലിനെയും ദേഷ്യത്തോടെ നോക്കി. നിങ്ങളെ 2 പേരെയും കൊണ്ട് ഞങ്ങൾ പിടിക്കപ്പെട്ടാൽ ഉറപ്പായും ക്യുറൽ പറഞ്ഞ കേഴ്സ് ഓഫ് ബോഗീസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ച് നിങ്ങളിൽ പ്രയോഗിച്ച ശേഷമേ പിന്നെ എനിക്ക് വിശ്രമമുള്ളൂ. ഹെർമിയോനി വായ തുറന്നു. ഒരു പക്ഷേ കേഴ്സ് ഓഫ് ബോഗീസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് റോണിന് കൃത്യമായി പറഞ്ഞു കൊടുക്കാനായിരിക്കാം. പക്ഷേ ഹാരി അവളോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിക്കുകയും എല്ലാവരെയും മുന്നോട്ട് നീങ്ങാൻ കൈ കാണിക്കുകയും ചെയ്തു. ഉയർന്ന ജനാലകളിൽ നിന്ന് നിലാവിന്റെ നിഴൽ വീണ ഇടനാഴികളിലൂടെ അവർ പമ്മി നടന്നു. ഓരോ വളവിലും ഹാരി ഫിൽച്ചിനെയോ മിസ്സസ് നോറിസിനെയോ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഭാഗ്യം അവരെ തുണച്ചു. 3-ാം നിലയിലേക്കുള്ള പടികൾ വേഗത്തിൽ കയറി ട്രോഫി റൂമിലേക്ക് ഒച്ചയുണ്ടാക്കാതെ നടന്നു. മാൽഫോയും ക്രാബും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. ക്രിസ്റ്റൽ ട്രോഫി കൂടുകൾ നിലാവിൽ തിളങ്ങി. കപ്പുകൾ, പരിചകൾ, പ്ലേറ്റുകൾ, പ്രതിമകൾ എന്നിവ ഇരുട്ടിൽ വെള്ളി നിറത്തിലും സ്വർണ്ണ നിറത്തിലും പ്രകാശിച്ചു. മുറിയുടെ ഇരുവശത്തുമുള്ള വാതിലുകളിൽ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് അവർ ചുവരുകളുടെ അരികിലൂടെ നടന്നു. മാൽഫോയ് പെട്ടെന്ന് അകത്തേക്ക് ചാടിയാലോ എന്ന് കരുതി ഹാരി തന്റെ വടി പുറത്തെടുത്തു. മിനിറ്റുകൾ കടന്നുപോയി. അവൻ വൈകി, അല്ലെങ്കിൽ പേടിത്തൊണ്ടനായി ഇരിക്കുകയാവും, റോൺ മന്ത്രിച്ചു. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അവർ ചാടി എഴുന്നേറ്റു. ആരോ സംസാരിക്കുന്നത് കേട്ടതും ഹാരി തന്റെ വടി ഉയർത്തിയതും ഒരുമിച്ചായിരുന്നു. എന്നാൽ അത് മാൽഫോയ് ആയിരുന്നില്ല. മണം പിടിക്കുമോളെ, അവർ ഒരു മൂലയിൽ പതിയിരിക്കുന്നുണ്ടാകും. ഫിൽച്ച് മിസ്സസ് നോറിസിനോട് സംസാരിക്കുകയായിരുന്നു. ഭയന്ന് വിറച്ച് ഹാരി മറ്റു 3 പേർക്കു നേരെ എത്രയും വേഗം തന്നെ പിന്തുടരാൻ ഭ്രാന്തമായി കൈവീശി. ഫിൽച്ചിന്റെ ശബ്ദം കേട്ട് അവർ നിശബ്ദമായി വാതിലിനടുത്തേക്ക് ഓടി. നെവിലിന്റെ വസ്ത്രങ്ങൾ മൂലയിലേക്ക് മറഞ്ഞ അതേ നിമിഷം ഫിൽച്ച് ട്രോഫി റൂമിലേക്ക് പ്രവേശിച്ചു. അവർ ഇവിടെ എവിടെയോ ഉണ്ട്, അയാൾ പിറുപിറുക്കുന്നത് അവർ കേട്ടു. ഒരു പക്ഷേ ഒളിച്ചിരിക്കുകയാവും. ഇങ്ങോട്ട്, ഹാരി മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്തു. ഭയന്ന് അവർ കവച സ്യൂട്ടുകൾ നിറഞ്ഞ ഒരു നീണ്ട ഗാലറിയിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ഫിൽച്ച് അടുത്തേക്ക് വരുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. നെവിൽ പെട്ടെന്ന് പേടിച്ചരണ്ട ഒരു നിലവിളി പുറപ്പെടുവിച്ച്
ഓടാൻ തുടങ്ങി. അവൻ ഇടറി വീണു. വീഴ്ചയിൽ റോണിന്റെ അരയിൽ പിടിച്ച് അവർ രണ്ടുപേരും ഒരു കവച സ്യൂട്ടിലേക്ക് മറിഞ്ഞു വീണു. ആ മുഴക്കം കാസിലിനെ മുഴുവൻ ഉണർത്താൻ പര്യാപ്തമായിരുന്നു. ഓടിക്കോ! ഹാരി അലറി വിളിച്ചു. 4 പേരും ഗാലറിയിലൂടെ വേഗത്തിൽ ഓടി. ഫിൽച്ച് പിന്തുടരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാതെ അവർ വാതിൽപ്പടിയിൽ ചുറ്റിത്തിരിഞ്ഞ് ഒരു ഇടനാഴിയിലൂടെയും മറ്റൊന്നിലൂടെയും കുതിച്ചു. എവിടെയാണെന്നോ എവിടേക്കാണ് പോകുന്നതെന്നോ ഒരു ധാരണയുമില്ലാതെ ഹാരി മുന്നിലൂടെ ഓടി. അവർ ഒരു തിരശ്ശീല കീറി മുറിച്ച് ഒരു മറഞ്ഞിരിക്കുന്ന ഇടനാഴി കണ്ടെത്തി. അതിലൂടെ കുതിച്ചു കയറി അവരുടെ ചാംസ് ക്ലാസ് മുറിക്ക് സമീപം എത്തി. അത് ട്രോഫി റൂമിൽ നിന്ന് മൈലുകൾ അകലെയാണെന്ന് അവർക്കറിയാമായിരുന്നു. രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഹാരി തണുത്ത ചുമരിൽ ചാരി നിന്ന് നെറ്റി തുടച്ചുകൊണ്ട് കിതച്ചു. നെവിൽ ശ്വാസം കിട്ടാതെ കുഞ്ഞിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഹെർമിയോണി നെഞ്ചിൽ കൈവച്ച് കിതച്ചു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു, നമ്മൾ എത്രയും വേഗം ഗ്രിഫിൻഡോർ ടവറെ തിരിച്ചെത്തണം, റോൺ പറഞ്ഞു. മാൽഫോയ് നിന്നെ പറ്റിച്ചു, ഹെർമിയോണി ഹാരിയോട് പറഞ്ഞു. അത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? അവൻ ഒരിക്കലും നിന്നെ കാണാൻ വരില്ലായിരുന്നു. ട്രോഫി റൂമിൽ ആരും ഉണ്ടാകുമെന്ന് ഫിൽച്ചിന് അറിയാമായിരുന്നു. മാൽഫോയ് അയാൾ വിവരം അറിയിച്ചിട്ടുണ്ടാകും. അവൾ പറയുന്നത് ശരിയാകുമെന്ന് ഹാരിക്ക് തോന്നി. പക്ഷെ അവൻ അത് അവളോട് പറയാൻ പോകുന്നില്ല. നമുക്ക് പോകാം. അതത്ര എളുപ്പമായിരുന്നില്ല. അവർ 1 ഡസൻ ചുവടുകൾ പോലും മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് ഒരു വാതിൽ പിടി കുലുങ്ങുകയും മുന്നിലുള്ള ഒരു ക്ലാസ് മുറിയിൽ നിന്ന് എന്തോ വെടിവെച്ച് കേൾക്കുകയും ചെയ്തു. അത് പീവ്സ് ആയിരുന്നു. അവൻ അവരെ കണ്ട് ആനന്ദത്തിന്റെ ഒരു ഞരക്കം പുറപ്പെടുവിച്ചു. മിണ്ടാതിരിക്ക് പീവ്സ്, ദയവായി നീ ഞങ്ങൾ പുറത്താക്കും. പീവ്സ് പൊട്ടിച്ചിരിച്ചു. അർദ്ധരാത്രിയിൽ അലഞ്ഞു നടക്കുന്നോ കുഞ്ഞു ഫസ്റ്റ് ഇയേഴ്സ്? നോട്ടി നോട്ടി, നിങ്ങളെ ഇപ്പൊ പിടിക്കും. നീ ഞങ്ങളെ ഒറ്റ കൊടുത്തില്ലെങ്കിൽ പീവ്സ് പ്ലീസ്. ഫിൽച്ചിനോട് പറയട്ടെ, ഞാൻ പറയട്ടെ, പീവ്സ് വിശുദ്ധമായ സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ അവന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ഇതൊക്കെ നിങ്ങളുടെ നന്മയ്ക്കാണ്. പീവ്സിന് നേരെ വീശിക്കൊണ്ട് റോൺ പറഞ്ഞു. ഇതൊരു വലിയ തെറ്റായിരുന്നു. കുട്ടികൾ പുറത്ത് കറങ്ങി നടക്കുന്നു, പീവ്സ് അലറി. ചാംസ് കോറിഡോറിൽ കുട്ടികൾ കറങ്ങി നടക്കുന്നു. പീവ്സിന്റെ അടിയിലൂടെ അവർ ജീവൻ രക്ഷിക്കാൻ ഓടി. ഇടനാഴിയുടെ അറ്റം വരെ എത്തി. അവിടെ അവർ ഒരു വാതിലിൽ ഇടിച്ചു. അത് പൂട്ടിയിരിക്കുകയായിരുന്നു. തീർന്നു. അവർ നിസ്സഹായരായി വാതിലിൽ തള്ളിക്കയറുന്നതിനിടയിൽ റോൺ ഞരങ്ങി. നമ്മൾ കഴിഞ്ഞു, ഇതാണ് അവസാനം. അവർക്ക് കാലടി ശബ്ദം കേൾക്കാമായിരുന്നു. പീവ്സിന്റെ നിലവിളികൾക്കരികിലേക്ക് ഫിൽച്ച് കഴിയുന്നത്ര വേഗത്തിൽ ഓടുകയായിരുന്നു. ഓ മാറ്, ഹെർമിയോണി മുറുമുറുത്തു. അവൾ ഹാരിയുടെ വടി പിടിച്ചു പൂട്ടിൽ തട്ടി മന്ത്രിച്ചു. അലോഹമോറ. പൂട്ട് അമർന്നു. വാതിൽ തുറന്നു. അവർ അതിലൂടെ കയറി. വേഗത്തിൽ അതടച്ചു. ചെവികൾ അതിലമർത്തി ശ്രദ്ധിച്ചു. അവർ ഏതു വഴിക്കാണ് പോയത് പീവ്സ്? ഫിൽച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. വേഗം പറ, പ്ലീസ് എന്ന് പറയൂ. എന്നെ കുഴപ്പിക്കല്ല പീവ്സ്. അവർ എവിടെ പോയി? പ്ലീസ് പറഞ്ഞില്ലെങ്കിൽ ഒന്നും പറയില്ല. പീവ്സ് തന്റെ അരോചകമായ പാട്ടുപാടുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ശരി, പ്ലീസ്. ഒന്നും പ്ലീസ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല എന്നല്ലേ പറഞ്ഞത്? പീവ്സ് അലറിപ്പായുന്നതും ഫിൽച്ച് കോപത്തോടെ ശപിക്കുന്നതും അവർ കേട്ടു. ഈ വാതിൽ പൂട്ടിയിരിക്കുകയാണെന്ന് അയാൾ കരുതിയിട്ടുണ്ടാകും, ഹാരി മന്ത്രിച്ചു. എനിക്ക് തോന്നുന്നു ഇനി കുഴപ്പമില്ലെന്ന്. നെവിൽ വിട്ട്. കാരണം നെവിൽ ഹാരിയുടെ ഡ്രസ്സിംഗ് ഗൗണിന്റെ സ്ലീവ്സിൽ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ? ഹാരി തിരിഞ്ഞു നോക്കി. അപ്പോൾ വ്യക്തമായി മനസ്സിലായി. ഒരു നിമിഷത്തേക്ക്
താനൊരു പേടി സ്വപ്നത്തിലേക്ക് ചെന്നുപെട്ടു എന്ന് അവന് ഉറപ്പായിരുന്നു. ഇതുവരെ സംഭവിച്ചതിനേക്കാളും ഭീകരമായിരുന്നു അത്. അവൻ കരുതിയതുപോലെ അവർ ഒരു മുറിയിലായിരുന്നില്ല, അവർ ഒരു ഇടനാഴിയിലായിരുന്നു. 3-ാം നിലയിലെ വിലക്കപ്പെട്ട ഇടനാഴി. ഇപ്പോഴത് എന്തുകൊണ്ട് വിലക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവർക്ക് വ്യക്തമായും മനസ്സിലായി. അവർ നേരെ നോക്കിയത് ഒരു ഭീകരനായ നായയുടെ കണ്ണുകളിലേക്കാണ്. സീലിങ്ങിനും തറയ്ക്കും ഇടയിലുള്ള മുഴുവൻ സ്ഥലവും നിറഞ്ഞു നിന്ന ഒരു ഭീകരൻ നായ. പല്ലുകളിൽ നിന്ന് വഴുവഴുപ്പുള്ള തൂങ്ങിക്കിടക്കുന്ന ഉമിനീർ. അത് നിശ്ചലമായി നിൽക്കുന്നുണ്ടായിരുന്നു. 6 കണ്ണുകളും അവരെ തുറിച്ചു നോക്കുന്നു. അവർ ഇതിനകം മരിച്ചിട്ടില്ലാത്തതിന്റെ ഒരേ ഒരു കാരണം അവരുടെ പെട്ടെന്നുള്ള പ്രത്യക്ഷപ്പെടൽ അതിനെ അത്ഭുതപ്പെടുത്തി എന്നതാണെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതുടൻ അവസാനിക്കാൻ പോകുന്നു. കാരണം ആ ഭീകര മുരൾച്ചയുടെ അർത്ഥം ഹാരിക്ക് മനസ്സിലായി. ഹാരി വാതിലിന്റെ പിടി തേടി. ഫിൽച്ചിനും മരണത്തിനുമിടയിൽ അവൻ ഫിൽച്ചിനെ തിരഞ്ഞെടുത്തു. വാതിൽ തുറന്നവർ പിന്നിലേക്ക് ചാടി. ഹാരി വാതിൽ ശക്തിയായി അടച്ചു. അവർ ഓടി, സത്യത്തിൽ പറന്നു, ഇടനാഴിയിലേക്ക് തിരികെ വന്നു. ഫിൽച്ച് അവരെ മറ്റെവിടെയെങ്കിലും അന്വേഷിക്കാൻ തിടുക്കത്തിൽ പോയിരിക്കണം. കാരണം അവർ അയാളെ എവിടെയും കണ്ടില്ല. പക്ഷേ അതൊന്നും അവർ കാര്യമാക്കിയില്ല. ആ ഭീകരജീവിയിൽ നിന്ന് കഴിയുന്നത്ര അകലുക എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. 7-ാം നിലയിലെ തടിച്ച സ്ത്രീയുടെ ഛായാചിത്രത്തിൽ എത്തുന്നതുവരെ അവർ ഓട്ടം നിർത്തിയില്ല. നിങ്ങളെല്ലാവരും എവിടെയായിരുന്നു? തോളിൽ തൂങ്ങിക്കിടക്കുന്ന അവരുടെ ഡ്രസ്സിംഗ് ഗൗണുകളിലേക്കും ചുവന്നു തൊടുത്ത വിയർത്ത മുഖങ്ങളിലേക്കും നോക്കി അവൾ ചോദിച്ചു. അതൊക്കെ ഹാരി കിതച്ചു. ഛായാചിത്രം മുന്നോട്ട് നീങ്ങി. അവർ കോമൺ റൂമിലേക്ക് ഓടിക്കയറി. വിറച്ചുകൊണ്ട് കസേരകളിലേക്ക് വീണു. കുറച്ചു സമയം വരെ അവരിൽ ആരും ഒന്നും ഉരിയാടിയില്ല. നെവിൽ വാസ്തവത്തിൽ ഇനി ഒരിക്കലും സംസാരിക്കില്ലെന്ന് വരെ തോന്നി. എന്തിനാണ് ഇത്തരം ഒരു സാധനത്തെ സ്കൂളിൽ പൂട്ടിയിടുന്നത്? അവരെന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒടുവിൽ റോൺ സംസാരിക്കാൻ തുടങ്ങി. ഹെർമിയോനി തന്റെ ശ്വാസം വീണ്ടെടുത്തു. ഒപ്പം അവളുടെ ദേഷ്യവും കൂടി. നിങ്ങൾക്ക് ആർക്കും കണ്ണില്ലേ? അവൾ പൊട്ടിത്തെറിച്ചു. അതെന്തിനു മുകളിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ? തറയിലല്ലേ? ഹാരി സംശയത്തോടെ ചോദിച്ചു. ഞാൻ അതിന്റെ കാലുകളിലേക്ക് നോക്കിയിരുന്നില്ല. അതിന്റെ തല കണ്ട ഞെട്ടില്ലായിരുന്നു ഞാൻ. അല്ല, തറയിലല്ല, അതൊരു ട്രാപ്പ് ഡോറിൽ നിൽക്കുകയായിരുന്നു. അത് വ്യക്തമായും എന്തിനും കാവൽ നിൽക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് നിന്ന് അവരെ നോക്കി. നിങ്ങൾക്ക് തൃപ്തിയായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും കൊല്ലപ്പെട്ടേനെ, അല്ലെങ്കിൽ അതിലും മോശമായി പുറത്താക്കപ്പെട്ടേനെ. ഇപ്പോൾ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ പോകുന്നു. റോൺ വായ തുറന്നുകൊണ്ട് അവളെ നോക്കി. ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല, അവൻ പറഞ്ഞു. അവളെ നമ്മൾ വലിച്ചിഴച്ച് കൊണ്ടുപോയതുപോലെ. പക്ഷേ കിടക്കയിൽ കിടന്നപ്പോൾ ഹെർമിയോനിയുടെ വാക്കുകൾ ഹാരിയെ വീണ്ടും ചിന്തിപ്പിച്ചു. ആ നായ എന്തിനോ കാവൽ നിൽക്കുകയായിരുന്നു. ലെ ആ വൃത്തികെട്ട ചെറിയ പൊതി ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് ഹാരി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ 9 ഇവിടെ അവസാനിച്ചു. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 10 ഹാലോവീൻ. പിറ്റേ ദിവസം ക്ഷീണിച്ചെങ്കിലും തികച്ചും സന്തോഷത്തോടെ ഹാരിയും റോണും ഇപ്പോഴും ഹോഗ്വാർട്സിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ മാൽഫോയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. പിറ്റേന്ന് രാവിലെയോടെ 3 തലയുള്ള നായയെ കണ്ടത് ഒരു മികച്ച സാഹസികതയായി ഹാരിക്കും റോണിനും തോന്നി.
ഒരിക്കൽ കൂടി അത് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിനിടയിൽ ഗ്രിംഗോട്സിൽ നിന്ന് ഹോഗ്വാർട്സിലേക്ക് മാറ്റിയതായി കരുതുന്ന പാക്കേജിനെ കുറിച്ച് ഹാരി റോണിനെ അറിയിച്ചു. ഇത്രയും കനത്ത സംരക്ഷണം എന്തിനായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. ഒന്നുകിൽ അത് വളരെ വിലപിടിച്ചതാകും, അല്ലെങ്കിൽ വളരെ അപകടകരമായത്, റോൺ ഊഹിച്ചു. അല്ലെങ്കിൽ രണ്ടും, ഹാരി പറഞ്ഞു. പക്ഷേ നിഗൂഢമായ വസ്തുവിനെക്കുറിച്ച് അവർക്ക് ആകെ കൃത്യമായി അറിയാമായിരുന്നത് അതിനേകദേശം 2 ഇഞ്ച് നീളമുണ്ടായിരുന്നു എന്നത് മാത്രമാണ്. കൂടുതൽ സൂചനകളില്ലാതെ അതെന്താണെന്ന് ഊഹിക്കാൻ അവർക്ക് സാധിച്ചില്ല. നായയുടെ അടിയിൽ ട്രാപ്പ് ഡോറിൽ എന്താണുള്ളതെന്നറിയാൻ നെവിലോ ഹെർമിയോനിയോ ഒരു ചെറിയ താല്പര്യം പോലും കാണിച്ചില്ല. നെവിലിന് ആകെ വേണ്ടിയിരുന്നത് ഇനി ഒരിക്കലും ആ നായയുടെ അടുത്തേക്ക് പോകരുത് എന്നതായിരുന്നു. ഹെർമിയോനിയാകട്ടെ ഇപ്പോൾ ഹാരിയോടും റോണിനോടും സംസാരിക്കുന്നത് തന്നെ നിർത്തി. പക്ഷെ അവൾ വളരെ ഗർവുള്ള, എന്നാൽ എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ളവളായിരുന്നു. അവരിത് ഒരു അധിക ബോണസായി കണ്ടു. അവർക്കിപ്പോൾ ആകെ വേണ്ടത് മാൽഫോയിയെ ഒതുക്കാനുള്ള ഒരു മാർഗമായിരുന്നു. അവരുടെ ആ സന്തോഷത്തിനായെന്ന പോലെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് പോസ്റ്റിനോടൊപ്പം ഒരു സാധനം വന്നു. പതിവ് പോലെ മൂങ്ങകൾ ഗ്രേറ്റ് ഹാളിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ 6 വലിയ മൂങ്ങകൾ വഹിച്ചു കൊണ്ടുവന്ന ഒരു നീണ്ട നേർത്ത പൊതി പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ വലിയ പാഴ്സലിൽ എന്താണെന്ന് കാണാൻ ഹാരിയും എല്ലാവരെയും പോലെ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചു. മൂങ്ങകൾ പറന്നുയർന്ന് അതവന്റെ മുന്നിൽ വെച്ചപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. അവന്റെ ബേക്കൺ തറയിൽ വീണു. മറ്റൊരു മൂങ്ങ പാഴ്സലിന് മുകളിൽ ഒരു കത്തിട്ടതിന് പിറകെ എല്ലാ മൂങ്ങകളും പറന്നുയർന്നു. ഭാഗ്യത്തിന് ഹാരി ആദ്യം കത്ത് കീറി വായിച്ചു. കാരണം അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മേശയിൽ വെച്ച് പാഴ്സൽ തുറക്കരുത്. നിന്റെ പുതിയ നിംബസ് 2000 അതിലുണ്ട്. പക്ഷെ നിന്റെ കൈവശം ഒരു ബ്രൂംസ്റ്റിക് ഉണ്ടെന്ന് എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അത് ആവശ്യമായി വരും. നിന്റെ ആദ്യ പരിശീലന സെഷനായി ഒലിവർവുഡ് ഇന്ന് രാത്രി 7 മണിക്ക് ക്വിഡിച്ച് പിച്ചിൽ നിന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. പ്രൊഫസർ എം മക്ഗൊനാഗൽ. കുറിപ്പ് വായിക്കാൻ റോണിന് നൽകുമ്പോൾ ഹാരി സന്തോഷം മറക്കാൻ പ്രയാസപ്പെട്ടു. നിംബസ് 2000? റോൺ അസൂയയോടെ പുലമ്പി. ഞാനിതൊരിക്കലും ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. ആദ്യത്തെ ക്ലാസ്സിന് മുമ്പായി രഹസ്യമായി ബ്രൂംസ്റ്റിക് അഴിച്ചു മാറ്റാൻ ആഗ്രഹിച്ച് അവർ ഹാളിൽ നിന്ന് വേഗം ഇറങ്ങിപ്പോയി. പക്ഷേ പ്രവേശന ഹാളിന്റെ പകുതി ദൂരം നടന്നപ്പോൾ മുകളിലെ വഴി ക്രാബും ഗോയലും തടഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു. മാൽഫോയ് ഹാരിയിൽ നിന്ന് പൊതി വാങ്ങി അത് തൊട്ടുനോക്കി. ഇതൊരു ബ്രൂംസ്റ്റിക് പോലുണ്ട്. മുഖത്ത് അസൂയയും വെറുപ്പും കലർന്ന സ്വരത്തിൽ അവൻ അത് ഹാരിയുടെ നേരെ എറിഞ്ഞു. ഇത്തവണ നീ ഇതിന് അനുഭവിക്കും പോട്ടർ. ആദ്യവർഷ കുട്ടികൾക്ക് ഇത് കൊണ്ടുവരാൻ അനുവാദമില്ല. റോണിന് അത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇതതിന് പഴയ ചൂലൊന്നുമല്ല, അവൻ പറഞ്ഞു. ഇതൊരു നിംബസ് 2000 ആണ്. മാൽഫോയ്, വീട്ടിൽ എന്താണ് നിന്റെ കൈവശമുള്ളത്? കോമറ്റ് 260. റോൺ ഹാരിയെ നോക്കി പുഞ്ചിരിച്ചു. നിംബസിന്റെ മുമ്പിൽ അതൊക്കെ ചെറുത്. നിനക്കെന്തറിയാം വീസ്ലി? നിനക്കതിന്റെ പിടി പോലും വാങ്ങാനുള്ള കെൽപ്പില്ല. മാൽഫോയ് മറുപടി നൽകി. നീയും നിന്റെ സഹോദരന്മാരും പണം സ്വരുക്കൂട്ടേണ്ടി വരും, ചില്ല ചില്ലയായി എങ്കിലും വാങ്ങാൻ. റോൺ ഉത്തരം പറയുന്നതിനു മുമ്പ് പ്രൊഫസർ ഫ്ലിറ്റ്വിക് മാൽഫോയിയുടെ പിറകിൽ പ്രത്യക്ഷപ്പെട്ടു. വഴക്കല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബോയ്സ്, അയാൾ പിറുപിറുത്തു. പോട്ടറിനൊരു ബ്രൂംസ്റ്റിക് കിട്ടിയിട്ടുണ്ട് പ്രൊഫസർ. മാൽഫോയ് പെട്ടെന്ന് പരാതി നൽകി. അതെ 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 ശരിയാണ്. പ്രൊഫസർ ഫ്ലിറ്റ്വിക് ഹാരിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രൊഫസർ മക്ഗൊനാഗൽ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു പോട്ടർ. അതേത് മോഡലാണ്? നിംബസ് 2000 സർ. മാൽഫോയിയുടെ മുഖത്തെ ഭീതി കണ്ട് ചിരിക്കാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് ഹാരി പറഞ്ഞു. മാൽഫോയ്ക്കാണ് നന്ദി പറയേണ്ടത്. എനിക്കിത് കിട്ടാൻ കാരണം അവനാണ്, ഹാരി കൂട്ടിച്ചേർത്തു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ ആയി ചെയ്യാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ പ്ലീസ്.
അതുവരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.